ജെകെആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പരീക്ഷ 2/8/2025 നടന്നു. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് തൊഴിൽ വാർത്ത ഒരു ലേഖനം തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് PSC ഓഗസ്റ്റ് 2 നടത്തിയ പരീക്ഷ പുതുമയുള്ള ചോദ്യങ്ങളാൽ ശ്രദ്ധേയമായി. 6 ജില്ലകളിലായി ആകെ 2 ലക്ഷത്തിലേറെ അപേക്ഷകരാണ് ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം ജില്ലയിലായിരുന്നു അപേക്ഷകർ കൂടുതൽ, 67,706 പേര്. മുമ്പെങ്ങും PSC പരീക്ഷകളിൽ കണ്ടിട്ടില്ലാത്ത ചില ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് വന്നു. അതുപോലെ തന്നെ ചോദ്യപേപ്പറിൻ്റെ സ്വഭാവം വിലയിരുത്തുമ്പോൾ വിവിധ ജില്ലകളിൽ ഓരോ ജില്ലയിലും ഓരോ റേഞ്ചിലുള്ള കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യതയെങ്കിലും പൊതുവെയുള്ള ഒരു കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് തൊഴിൽ വാർത്തയിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചോദ്യങ്ങളിലും ഉത്തരസൂചികയിലുമൊക്കെ പിശക് കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് PSC പ്രസിദ്ധീകരിച്ച അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ പ്രാഥമിക ഉത്തരസൂചികയിൽ പിശകുകൾ കടന്നുകൂടുകയും പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത് എന്ന ചോദ്യത്തിന് PSC നൽകിയിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ D ആണ്. അതായത് സർദാർ സരോവർ, ഫക്രാനങ്കൽ എന്നിവ. എന്നാൽ ഫഗ്ലിഹാർ, സലാൽ അണക്കെട്ടുകളാണ് യഥാർത്ഥത്തിൽ അടച്ചത്. ചോദ്യപേപ്പറിലെ സൂചന പ്രകാരം ഓപ്ഷൻ C ആണ് ഉത്തരമായി വരേണ്ടത്. അതുപോലെ തന്നെ ചോദ്യങ്ങളിലെ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട്. സുരക്ഷാ നയം എന്നത് ഏതിൻ്റെ മുദ്രാവാക്യമാണ് എന്നായിരുന്നു ഒരു ചോദ്യം. KSDMA അഥവാ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം സുരക്ഷാ യനം ആണ്. ഇവിടെ ചോദ്യം തെറ്റായി അച്ചടിച്ചു വന്നു. അതുപോലെ തന്നെ അഴീക്കോട് തീരത്തിൽ 44 നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽ കത്തിയമർന്ന സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യം പരീക്ഷയ്ക്കുണ്ടായിരുന്നു. 2025 ജൂണിൽ നടന്ന സംഭവമാണ് നടന്നത്. 1925 ജൂണിൽ എന്നാണ് ചോദ്യക്കടലാസിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ വേറിട്ട ചോദ്യങ്ങൾ, വിവിധ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള സൂക്ഷ്മത ഈ ചോദ്യപേപ്പർ കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങൾ മിക്കതും ഈ സ്വഭാവത്തിലേതായിരുന്നു. 2024-25 വർഷം മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര കലാരൂപങ്ങളെ പറ്റിയുള്ള ചോദ്യം മികച്ചതായിരുന്നു. കട്ട് ഓഫ്, പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് കാണാം. കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിത 56-നും 62-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യതയായിട്ട് തൊഴിൽ വാർത്ത പറയുന്നത്. തൊഴിൽ വാർത്തയിലെ ലേഖനങ്ങളിൽ ഉത്തരസൂചികയുള്ള പിശകിനെക്കുറിച്ചും അതുപോലെ തന്നെ വേറിട്ട ചോദ്യങ്ങളെക്കുറിച്ചും കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉത്തരസൂചികയിലുള്ള പിശകുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓരോ ഉദ്യോഗാർത്ഥികൾക്കും ചലഞ്ച് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് ഡിലീഷൻ സൂചികൾ ഫൈനൽ ആൻസർ കീയിൽ മാറ്റങ്ങൾ വരുത്തി പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് തൊഴിൽ വാർത്തയുള്ള ലേഖനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.